ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. ഹാജരെടുക്കുമ്പോൾ ആദ്യം പെൺകുട്ടികളുടെ പേര് വിളിക്കണം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ സ്കൂളുകൾക്കായി വീണ്ടും പുതിയ പരിഷ്കരണം. അടുത്ത അധ്യയന വർഷം മുതൽ ക്ലാസുകളിൽ ഹാജരെടുക്കുമ്പോൾ ആദ്യം പെൺകുട്ടികളുടെ പേരുകൾ വിളിക്കണമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇതിനൊപ്പം സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മഴക്കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശവും നേരത്തെ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. മഴക്കാലത്ത് കുട്ടികൾ നേരിടുന്ന അപകട സാധ്യത ഒഴിവാക്കാനാണ് ആ നീക്കം. കൂടാതെ ബാക്ക് ബെഞ്ച് എന്ന സ്കൂൾ സങ്കല്പം മാറ്റണമെന്നും വിദ്യാഭ്യാസ രംഗത്ത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കുന്നംകുളം പോലീസ് മർദ്ദനം. കുറ്റക്കാരെ പുറത്താക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് VM സുധീരന്റെ കത്ത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 3-ാം മുറ വിവാദവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. നിയമം അനുശാസിക്കുന്ന കർശന ശിക്ഷ പോലീസുകാർക്ക് ഉറപ്പാക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനോടും പൊതുജനങ്ങളോടും മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവം വീണ്ടും വിവാദമായത്. 2023 ഏപ്രിൽ 5-നാണ് സംഭവം നടന്നത്. 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത്. വില കൂടിയ വിദേശ മദ്യക്കുപ്പികളിൽ നിറച്ച് വ്യാജൻ. 33 ലിറ്റർ വ്യാജമദ്യം പിടികൂടി. 2 പേർ അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് ഓണക്കാലത്തെ ലക്ഷ്യമിട്ടെത്തിച്ച വ്യാജമദ്യം പോലീസ് പിടികൂടി. കൊഞ്ചിറയിലെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 33 ലിറ്റർ വ്യാജമദ്യം, 20 ലിറ്റർ കോട, 2 ലക്ഷം രൂപ, വാറ്റുപകരണങ്ങൾ എന്നിവ കണ്ടെത്തുകയായിരുന്നു. വില കൂടിയ വിദേശ മദ്യക്കുപ്പികളിൽ നിറച്ച് വിപണനത്തിനിറക്കാനായിരുന്നു ശ്രമം. പ്രതി സതീശൻ അറസ്റ്റിലായതോടെ കോഞ്ചിറയെ കേന്ദ്രീകരിച്ച് ഇയാൾ മാസങ്ങളായി വ്യാജമദ്യ നിർമ്മാണം നടത്തിവരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. നെടുമങ്ങാട് ASP അച്യുത് അശോകിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആഴക്കടലിൽ ഓണസദ്യ. ഓണത്തിന്റെ ആവേശം കരയിൽ മാത്രം ഒതുങ്ങാതെ ആഴക്കടലിലും പടർന്നു. അഴീക്കോട് വാകച്ചാത്ത് മത്സ്യബന്ധന വള്ളത്തിലെ തൊഴിലാളികൾ ഇത്തവണ ഉത്രാട ദിനത്തിൽ വള്ളത്തിനുള്ളിൽ തന്നെ ഓണസദ്യ ഒരുക്കി. ചോറിനും സാമ്പാറിനും പുറമെ പായസവും പപ്പടവും ഉപ്പേരികളും തോരനും കൂടി ചേർന്നപ്പോൾ നാട്ടിൻ പുറത്തെ ഓണത്തിന്റെ ഓർമ്മകൾ കടലിന്റെ നടുവിലും നിറഞ്ഞു. ആര്യക്കാരൻ സോജന്റെയും സ്രാങ്ക് സുധീഷിന്റെയും നേതൃത്വത്തിൽ 45 തൊഴിലാളികൾ ചേർന്നാണ് ഈ വിശിഷ്ടമായ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ദുലീപ് ട്രോഫി. അസ്രുദ്ദീന്റെ നേതൃത്വത്തിൽ സൗത്ത് സോണിന് മികച്ച തുടക്കം. 4 മലയാളി താരങ്ങൾ ടീമിൽ. ദുലീപ് ട്രോഫി 1-ാം സെമി ഫൈനലിൽ സൗത്ത് സോൺ മികച്ച തുടക്കമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ബംഗളൂരുവിൽ നോർത്ത് സോണിനെതിരായ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സൗത്ത് സോൺ 1-ാം ദിനം ലഞ്ചിന് പിരിയുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 79 റൺസ് നേടി. തന്മയ് അഗർവാൾ, N ജഗദീശൻ എന്നിവർ ക്രീസിൽ നിലകൊണ്ടു. മുഹമ്മദ് അസ്രുദ്ദീൻ ടീമിനെ നയിക്കുമ്പോൾ സൽമാൻ നിസാർ, MD നിതീഷ്, കർണാടകയിലെ മലയാളി താരം ദേവ്ദത്ത് പടിക്കൽ എന്നിവരും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സൗത്ത് സോണിന്റെ പ്ലേയിംഗ് 11-ൽ തന്മയ് അഗർവാൾ. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.